റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് ആംപ്ലിഫയറുകളൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്ന ഒരു സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമർക്ക് ആംപ്ലിഫയറിൽ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ HDMI ARC പെൻഡ്രൈവ് ഇതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇതേപോലെ ആംപ്ലിഫയറുകൾ ഉണ്ടാവും, AVRകൾ ഉണ്ടാവും, ഡിജിറ്റൽ ഇൻപുട്ടിൽ ഇല്ലാത്തത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ സബ് വൂഫറിൻ്റെ പാട്ട് എന്ന് പറഞ്ഞത് ചെറിയ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന 100 വാട്ടാണ് നമ്മൾ ഇതിനകത്ത് സബ് വൂഫറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സബ് വൂഫർ ഇത്ര ചെറുതാക്കി ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമറുടെ വീട്ടിലെ കബോർഡിൻ്റെ അകത്ത് ഈ ഒരു അളവിലാണ് ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ശരിയായ ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ രീതിയിൽ ഒരു ബോക്സ് ചെയ്തു. 6 ഇഞ്ച് വൂഫറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു വലിയ 8 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു സബ് വൂഫർ നമ്മൾ ചെയ്തെടുത്തു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 6 ഇഞ്ച് വൂഫറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കസ്റ്റമറുടെ കയ്യിൽ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണോ ഉള്ളത്, ലെഫ്റ്റ് റൈറ്റ് മാത്രമായിട്ടുള്ളത്. പഴയ വിൻറ്റേജ് ടൈപ്പ് ആംപ്ലിഫയർ ആണ്. അതേപോലെ 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങും ഉണ്ട്. അപ്പോൾ സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ സബ് വൂഫർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ നോക്കാം. അതായത് ഇൻപുട്ടുകൾ എന്തൊക്കെ, ഔട്ട്പുട്ടുകൾ എന്തൊക്കെ, ഫ്രണ്ട് പാനൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വോളിയം മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തെടുത്ത ആംപ്ലിഫയറിന്റെ ഔട്ട് ഉണ്ട്. ഔട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഈ ആംപ്ലിഫയറിന്റെ CD ഇൻപുട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് HDMI വഴി കൊടുക്കാം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഓക്സിലറി കൊടുക്കാം, USB, പെൻഡ്രൈവ്, ബ്ലൂടൂത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്താൽ മതി. ഇത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് USB ഇടുമ്പോൾ മാത്രമാണ് അത് ഇവിടെ USB തെളിയുള്ളൂ. HDMI ഇടുമ്പോൾ USB പാനൽ ഓഫ് ആവും. അതുപോലെ തന്നെ ഓക്സിൽ അതേപോലെ തന്നെയാണ്. USB ഇട്ടതിന് ശേഷം മാത്രമാണ് USB പാനൽ ഓൺ ആവുള്ളൂ. അങ്ങനെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സബ് വൂഫറിന് വേണ്ടിയിട്ടൊരു വോളിയം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് മാസ്റ്റർ വോളിയാണ്. അതായത് ഏത് ഇൻപുട്ടിൽ ഇട്ടാലും നമുക്ക് ഈ വോളിയം വഴി സബ് വൂഫറിൻ്റെ വോളിയം ഇതിൽ വരുന്ന വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു മീഡിയം വോളിയത്തിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഈ മാസ്റ്റർ വോളിയത്തിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ബേസ് ട്രിബിൾ എല്ലാം ലെഫ്റ്റ് റൈറ്റ് ബോക്സിലേക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൽ നിന്നാണ് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിലേക്ക് പോയിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്ത ആംപ്ലിഫയറിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം സബ് വൂഫറിലേക്ക് കൊടുത്തിരിക്കുന്നു. മാസ്റ്റർ വോളിയമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് കൂട്ടുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനൽ വോളിയം മാത്രമാണ് കൂടുന്നത്. അത് ഏകദേശം ഒരു അളവിൽ വയ്ക്കുക. അതിനുശേഷം ഇത് കൂട്ടും കുറയ്ക്കാൻ ചെയ്യാം. റിമോട്ടിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ബാക്ക് പാനൽ നമ്മൾ ഫുള്ള് അക്രിലിക്കിൽ മാറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇത് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ആംപ്ലിഫയറിൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഇതുവഴി ഔട്ട് കിട്ടും. മറ്റുള്ള ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഔട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 2 ഓക്സിലറി ഇൻപുട്ടാണ്. ഒരു ഓക്സ് നമുക്ക് സെലക്ടർ സ്വിച്ചിൽ കിട്ടും. രണ്ടാമത്തെ ഓക്സ് വന്നിരിക്കുന്നത് USB പാനലിൻ്റെ ഓക്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആൻറ്റിനയ്ക്ക് വേണ്ടി നമ്മളൊരു RCA ഔട്ട് കൊടുത്തിരിക്കുന്നത്. ആൻറ്റിനയാണ് ഈ 2 കണക്ടറിലും കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ടാണ് ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത്. നമുക്ക് TV എന്നുള്ള HDMI ARCക്കുള്ള HDMI ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കോയാക്സിലാണ്, ഒപ്റ്റിക്കൽ, പിന്നെ സെലക്ടറാണ്. നമുക്കിത് 3 ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സബിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തിരി നല്ല ക്വാളിറ്റി തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് 3 പിൻ സോക്കറ്റാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ കേബിൾ ഉപയോഗിച്ചാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ നല്ലൊരു കേബിൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. പെൻഡ്രൈവ് വഴിയാണ്. പെൻഡ്രൈവ് വഴി ആംപ്ലിഫയറിൽ നിന്ന് മെയിൻ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. സബ് വൂഫറും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ് വൂഫർ താഴെയാണ് വെച്ചിരിക്കുന്നത്. കാരണം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ബേസ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഫ്ലോറിൽ വെച്ചിരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിലേക്ക് കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കാം.
HDMI ARC വഴിയാണ് ടി വിയിലെ ARC ഓണാക്കി അതിനുശേഷം ആംപ്ലിഫയറിൻ്റെ HDMI കാർഡിലേക്ക് കൊടുത്തു. അതിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷമാണ് ഈ കെൻവുഡിൻ്റെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 12 ഇഞ്ച് സബ് വൂഫർ അല്ല, നമ്മൾ കാണിച്ചിരിക്കുന്ന 6 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 6 ഇഞ്ച് വൂഫർ തന്നെയാണ്. കടയിൽ ഉപയോഗിക്കുന്ന 12 ഇഞ്ചിലല്ല, ഈ ബോക്സിൽ തന്നെയാണ് കൊടുത്തത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ മേശപ്പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതിന് ബേസ് നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് ഫ്ലോറിൽ വെച്ചത്. അപ്പോൾ നമുക്ക് ബേസ് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ഫ്ലോറിൽ വെച്ചതിന് ശേഷം ആംപ്ലിഫയറൊക്കെ വെച്ച് നമ്മൾ ഓഡിയോ ടെസ്റ്റ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.